നമ്മളിന്ന് ആദ്യം സംസാരിക്കുന്നത് ഗസയിലെ വെടിനിർത്തൽ കരാറും അതിനുശേഷമുള്ള ബന്ദി മോചനവുമാണ്. രാവിലെ ആദ്യഘട്ട ബന്ദികളെ മോചിപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലി ബന്ദികളെ മോചിപ്പിച്ചിരിക്കുന്നു. ഹമാസ് ഇസ്രായേലിൽ നിന്നുള്ള ആളുകളെ അവരും വിട്ടയച്ചു തുടങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം ഇസ്രായേൽ പാർലമെൻറ്റിൽ നെതന്യാഹുവും ഒപ്പം ഡൊണാൾഡ് ട്രംപും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നെതന്യാഹുവിൻ്റെ പ്രസംഗം കഴിഞ്ഞു. അദ്ദേഹം വലിയ വില കൊടുക്കേണ്ടി വന്നുവെങ്കിലും യുദ്ധവിജയം നേടാനായി എന്ന്, ബന്ധിമോചനം സാധ്യമാക്കാനായി എന്നാണ് പ്രസംഗിച്ചത്. അതിന് പട്ടാളക്കാർക്ക്, അമേരിക്കയ്ക്കൊക്കെ അദ്ദേഹം നന്ദി പറയുന്നു. ട്രംപും ഈ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകളെക്കുറിച്ച് പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും 2 വർഷം നീണ്ടിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ആക്രമണം, വംശഹത്യ, അതിന് ഒരു ഇടവേള വന്നിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായി കരുതി വെച്ചിരുന്ന അല്ലെങ്കിൽ വിട്ടുകൊടുക്കാതെ വെച്ചിരുന്ന ബന്ദികളെ ഇപ്പോൾ ഹമാസ് വിട്ടുകൊടുക്കുകയും 2000-ഓളം തടവുകാരെ, ബന്ദികളെ ഇസ്രായേലും വിട്ടുകൊടുക്കുന്ന സന്ദർഭമാണിത്. അപ്പോൾ ഇതിനകത്ത് വലിയ വേദന അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും അവസാനത്തെ വിജയം നമുക്കാണ് എന്നാണ് നെതന്യാഹു പ്രസംഗിക്കുന്നത്. നമ്മൾ ആ വിഷയമാണ് ആദ്യം സംസാരിക്കുന്നത്. ദൗസേബ്, ഇത് നെതന്യാഹു അവസാനം പറയുന്നത് നമ്മുടെ പട്ടാളക്കാരുടെ വലിയ ത്യാഗം, അമേരിക്കയുടെ മനോഹരമായ ഇടപെടൽ, അതുകൊണ്ട് നമ്മൾ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു, നമ്മൾ എന്താണ് ശത്രുവിന് കൊടുത്തിട്ടുള്ള മുന്നറിയിപ്പ് അത് നമ്മൾ സാധ്യമാക്കി എന്നാണ്. ഇന്നത്തെ ദിവസത്തെ ഈ പല ദൃശ്യങ്ങൾ, ഒന്ന് വിട്ടുകൊടുക്കുന്ന ബന്ദികൾ, അവിടെ നിന്ന് വാങ്ങുന്ന ബന്ദികൾ, ഒപ്പം ഈ പാർലമെൻറ്റിൽ നടക്കുന്ന പ്രസംഗങ്ങളിലെ അവകാശവാദങ്ങൾ, ഇവയെല്ലാം നമുക്ക് കാട്ടിത്തരുന്നത് എന്താണ്? നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഭൂലോക മടയത്തിലാണല്ലോ. കാരണം ഇന്നിപ്പോൾ എന്താ സംഭവിച്ചത്? ഇവർ ഹമാസിൻ്റെ കയ്യിലുള്ള 20 ജീവനോടെയുള്ള ബന്ദികൾ അവർ വിട്ടുകൊടുക്കുന്നു. പകരം ഇസ്രായേൽ ജയിലുള്ള 2000-ഓളം ഫലസ്തീനികളെ ഇസ്രായേൽ വിട്ടുകൊടുക്കുകയാണ്. ഇത് ഇങ്ങനെ ചെയ്യാമെന്ന് ഒക്ടോബർ 8 ഹമാസ് പറഞ്ഞാണ്. 2023 ഒക്ടോബർ 8 മുതൽ ഹമാസ് പറയുന്ന കാര്യമാണ്. നമ്മൾ എന്തിനാണ് ഹമാസ് ബന്ദികളെ പിടിച്ചുകൊണ്ടുവരുന്നത്? ഇസ്രായേലിൻ്റെ ജയിലുകളിലുള്ള ഒരു കാലത്തും പുറത്തു വരാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഫലസ്തീനി തടവുകാരെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രിസണർ എക്സ്ചേഞ്ച് എന്നുള്ളത് ഹമാസ് ഡേ 1 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ അത് പറ്റില്ല. ഞങ്ങളെന്താണ്, സൈനിക നടപടിയിലൂടെ ഇവരെ മോചിപ്പിക്കുമെന്നാണ് ഇത്രയും കാലം 765 ദിവസമായി, ഇന്നൊക്കെ 768 ദിവസമായി നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നടക്കില്ല, അത് നടന്നില്ല എന്ന് തെളിയിക്കപ്പെട്ട ദിവസമാണിത്. നേരത്തെ യഹിയ സിൻവാർ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. ഹമാസിൻ്റെ അനുമതിയില്ലാതെ ഒരു ബന്ദിയും ഇസ്രായേലിന് കിട്ടുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി വലിയ ത്യാഗങ്ങൾ സഹിച്ചു എന്ന് അദ്ദേഹം പറയുന്നത് ശരിയാണ്, നെതന്യാഹു പറയുന്നത് ശരിയാണ്. പക്ഷേ എന്തിനു വേണ്ടി, എന്താണ് 1000-ലേറെ പട്ടാളക്കാരെ ഇസ്രായേൽ നഷ്ടപ്പെട്ടു. ഇസ്രായേലിന് അപൂർവമാണ് ഇത്രയധികം പട്ടാളക്കാരെ ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്. ഗസയിൽ 70,000 മനുഷ്യർ കൊല ചെയ്യപ്പെട്ടു. ഗസ എന്ന് പറയുന്നത് ഒരു തകർന്ന് തരിപ്പണമായ ഒരു ചരൽ എന്താണ്, ഒരു കോൺക്രീറ്റ് കൂമ്പാരമായി ആ നഗരം മാറി. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ, രാഷ്ട്രീയമായ, നയതന്ത്രപരമായ, സാംസ്കാരികമായ, നൈതികമായ, ധാർമ്മികമായ ഒറ്റപ്പെടൽ. അതിന് 78 വർഷത്തെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത ഒറ്റപ്പെടൽ ഇസ്രായേലിനുണ്ടായി. നെതന്യാഹു പേഴ്സണലി അദ്ദേഹത്തിന് പഴയതുപോലെ യാത്ര ചെയ്യാൻ പറ്റില്ല, സ്വതന്ത്രമായി ലോകത്ത് സഞ്ചരിക്കാൻ പറ്റാത്ത ഒരു ഫിഗറ്റീവായി മാറി. അദ്ദേഹം ഒരു വാണ്ടഡ് ക്രിമിനലാണ്. നിയമപരമായ, ഞാൻ പറഞ്ഞ രാഷ്ട്രീയ ഭാഷയിലല്ല, ഇൻ ലീഗൽ ടേംസ് ഹീസ് എ വാണ്ടഡ് ക്രിമിനൽ. ICCയുടെ വാറണ്ട് അങ്ങേർക്കെതിരെയുണ്ട്. അപ്പോൾ ആ വാറണ്ട് ആ വാറണ്ടിൽ ICCയിൽ സിഗ്നേറ്ററിയ ഏത് രാജ്യത്തിനും അദ്ദേഹത്തെ എന്ത് ചെയ്യാം, അവരുടെ ടെറിട്ടറിയിൽ ഇങ്ങേരെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഇങ്ങേരെ അറസ്റ്റ് ചെയ്ത് ഹേഗിലെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റും. ഹാജരാക്കാൻ പറ്റുന്നില്ല, ഹാജരാക്കണം, നിയമപരമായി അവർ ഹാജരാക്കണം. അപ്പോൾ ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് ഒരു ഫിഗറ്റീവായി, ഒരു വാണ്ടഡ് ക്രിമിനലായി മാറുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിനാണ്? ഇത്രയും അതിനിടയിൽ സാമ്പത്തിക നഷ്ടം ആലോചിക്കുക. ഇസ്രായേലിൻ്റെ ഒരു സ്റ്റാൻഡിങ്, ഗ്ലോബൽ പൊളിറ്റിക്സിൽ, ഗ്ലോബൽ ട്രേഡിലുള്ള ഒരു സ്റ്റാൻഡിങ്, അതിനെന്ത് സംഭവിച്ചു? അതിന് ഇറിവേഴ്സിബിൾ ലോസ് എന്ന് നിശ്ചയമായിട്ടും പറയാവുന്ന, ഒരു നിലക്കും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത വലിയ നഷ്ടം ഇസ്രായേലിന് 768 ദിവസം കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് നെതന്യാഹു ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അവസാനം എന്താണോ ഡേ 1 ഹമാസ് പറഞ്ഞത്, അതേ രീതിയിലാണ് ബന്ദികൾ കൈമാറ്റം നടക്കുന്നത്. ഇസ്രായേലി ജയിലുള്ള ഫലസ്തീനികളെ കൂട്ടത്തോടെ വിട്ടയക്കുന്നു, 2000-ഓളം ആളുകളാണ് വിട്ടയക്കുന്നത്. അതിൽ തന്നെ ഹൈ പ്രൊഫൈൽ പ്രിസണേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അവർ 5-6 ആളുകളുടെ കാര്യത്തിൽ വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല, അവർ പുറത്തേക്ക് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല. പക്ഷേ അവരിൽ ചിലർ ഓൾറെഡി ഈ പ്രിസണിന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എന്ത് തന്നെയായാലും ഒരു യുദ്ധം ആരംഭിക്കും ഏത് രാജ്യത്തിനാണെങ്കിലും അതിന് മിലിറ്ററി ടാർഗറ്റുകളുണ്ടാവും, പൊളിറ്റിക്കൽ ടാർഗറ്റുകളുണ്ടാവും. ഈ മിലിറ്ററി ടാർഗറ്റ് എന്താണെന്ന് ഇദ്ദേഹം തന്നെ, നെതന്യാഹുവും അന്നത്തെ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻസും പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ്? ക്രഷ് ഹമാസ് എന്നുള്ളതാണ്, ഡിസ്മാൻഡിൽ ഹമാസ് എന്നുള്ളതാണ്.
ഹമാസിനെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കുക. അത് നടന്നിട്ടില്ല. കാരണം ഇല്ലാതായ ഒരു സംഘടനയായിട്ട് കരാർ ഒപ്പിടേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ബന്ദികളെ മോചിപ്പിക്കുക, അതും നടന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഗസയിൽ നിന്നുള്ള ത്രെറ്റ് ഒഴിവാക്കുക. ഗസയിൽ നിന്ന് ത്രെറ്റ് ഒഴിവാക്കി നെതന്യാഹു പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസ്താവിച്ച കാര്യമുണ്ടെന്നാണ്, വാർ ഇസ് നോട്ട് ഓവർ എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇന്നലെ പറഞ്ഞത് എന്താണ്? ബന്ദികൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഹമാസ് താവളങ്ങൾ ഞങ്ങൾ തകർക്കും എന്ന് പറഞ്ഞാൽ ഹമാസ് താവളങ്ങൾ അവിടെ ഉണ്ടെന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ 2 വർഷം 768 ദിവസം എന്താണ് ഇത്രയും ഡിവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു യുദ്ധം ചെയ്തിട്ട് എന്താണ് നേടിയതിന്? ഒന്നും നേടിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ നെതന്യാഹു പരാജിതനായി നിൽക്കുന്ന ഒരു ദിവസമാണിത്. അപ്പോൾ മനസ്സിലാണെങ്കിൽ മെനിയാന്ന് ഇവിടെ തെല്ലവീവിലെ ഹോസ്റ്റേജ് സ്ക്വയറിൽ ഇദ്ദേഹം വന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഈ സ്റ്റീവ് വിറ്റ്കോഫ്, ട്രംപിൻ്റെ പ്രതിനിധി, അദ്ദേഹം പ്രസംഗത്തിനിടയിൽ നെതന്യാഹുവിനെക്കുറിച്ചൊരു നല്ല വാക്ക് ഒരു പ്രസംഗത്തിൻ്റെ ഔപചാരികതയ്ക്ക് വേണ്ടി നെതന്യാഹുവിനെക്കുറിച്ച് നല്ല വാക്ക് പറയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന പുരുഷാരം മുഴുവൻ ആർത്ത് കൂക്കുകയാണ്. നെതന്യാഹുവിൻ്റെ പേരുച്ചരിക്കുമ്പോൾ ഇസ്രായേലികളായുള്ള പുരുഷാരം ആർത്ത് കൂവുകയാണ്. ആ നിലയിൽ അപ്രിയനായ ഒരു ഇസ്രായേലിനകത്തും പുറത്തും അപ്രിയനായ ഒരു മനുഷ്യനായി ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ഡാമേജ് കൺട്രോളിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിഷാദ് പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞാൽ സ്വാഭാവികമാണ്. ഇതിലൊരു പ്രശ്നം ഇതിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, രാഷ്ട്രീയമായി വിശകലനം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങളുണ്ട്. പക്ഷേ അതേസമയം ഇപ്പുറത്ത് കുറേ അധികം മനുഷ്യർ മരിച്ചു വീണു. 67,000-ഓളം മനുഷ്യർ മരിച്ചു വീണിട്ടുണ്ട്. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത, ഏതെങ്കിലും വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാനാവാത്ത സഫറിങ്സ് ഗസയിലെ ജനങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ റബിൾസ് നീക്കിക്കഴിഞ്ഞാൽ, റബിൾസ് നീക്കാനുള്ള മെഷീനറി അവിടെ ഉണ്ടോയെന്ന് അതുപോലുമില്ല. പക്ഷേ നീക്കി തുടങ്ങിയിട്ടുണ്ട് പലയിടങ്ങളിലും. ഇപ്പോൾ തന്നെ ഒരുപാട് ബോഡികൾ റിക്കവർ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത് 1000 വരാം, 10,000-ഓളം വരാം എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ആളുകൾ എവിടെ എങ്ങനെയൊക്കെ എന്നുള്ളത് നിശ്ചയമില്ല. ഇന്നിപ്പോൾ വന്ന ഒരു ദൃശ്യം, ഗസയിൽ നിന്ന് വന്നൊരു ദൃശ്യം, ഖാൻ യൂനിസിൽ ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള വലിയ ഫംഗ്ഷൻ, അവിടെ ഒരു സ്റ്റേജ് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കാത്തു നിൽക്കുകയാണ്, പ്രിസണേഴ്സ്, ഇസ്രായേലി ജയിലിൽ നിന്ന് ആളുകൾ വരാൻ വേണ്ടി. അപ്പോൾ അതിലിടയിൽ ഒരു സ്ത്രീ വന്നിങ്ങനെ തേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്താണെന്ന് ചോദിച്ചാൽ, അവരുടെ 2 മക്കൾ കഴിഞ്ഞ 1 വർഷത്തോളമായി കാണുന്നില്ല. അവരിതുവരെയും ധരിച്ചു വെച്ചിരിക്കുന്ന അവർ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് ഏതോ കോൺക്രീറ്റ് കൂനയുടെ അടിയിലുണ്ടെന്നാണ് അവർ ധരിച്ചു വെച്ചത്. ഇന്നാണ് അവർക്ക് മനസ്സിലാവുന്നത് എന്താണ്, ഈ 2 മക്കളും ഇന്ന് വരികയാണ്. അവർ ഇസ്രായേലി ജയിലിലാണ് ഉണ്ടായിരുന്നത്. ഈ 2021 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ഗസയിൽ നിന്ന് കുറേ ആളുകൾ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ട്. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, രോഗികളുണ്ട്, എല്ലാം. അവർ നിയമപരമായി പ്രിസണേഴ്സ് പോലുമല്ല. UN ഭാഷയിൽ പറഞ്ഞാൽ ഫോഴ്സ്ഡ് ഡിസപ്പിയറൻസ് എന്നാണ് UN ആളുകളെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ ഇസ്രായേൽ പിടിച്ചു കൊണ്ടുപോയിരിക്കുകയായിരുന്നു ഇവർ 2 മക്കളെയും. ഇന്നാണ് അവരറിയുന്നത് എൻ്റെ മക്കൾ ഇന്ന് തിരിച്ചു വരികയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുറേ അധികം ആളുകൾ അവർ ഇസ്രായേലിൻ്റെ ജയിലിലാണോ ഉള്ളത്, ജീവനോടെ ഇരിക്കുന്നുണ്ടോ, അതല്ല അവരുടെ ശവശരീരം കെട്ടിടങ്ങൾക്ക് അടിയിൽ കിടക്കുന്നുണ്ടെന്ന് നിശ്ചയമില്ലാത്ത സംഗതിയുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ ഒരു സർറിയൽ സെനാരിയോ എന്ന് പറയാവുന്ന ഒരു അവസ്ഥയാണ് അവിടെ ഉള്ളത്. നമുക്കത് നമ്മളുടെ ഊഹങ്ങൾക്കും ഭാവനകൾക്കും അപ്പുറത്തുള്ള എന്തൊക്കെയോ ചില കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ നിഷാദ് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ഈ യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അതിൻ്റെ ഒരു ലാസ്റ്റ് ലെഗ് എന്നുള്ള നിലയിൽ ഇസ്രായേൽ പറഞ്ഞെന്തായിരുന്നു, ഈ ഗസ സിറ്റി വളയുക. ഗസ സിറ്റിയാണ് ഗസയിലെ ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള ഒരു ഗവർണറേറ്റ് എന്ന് പറയുന്നത്. അത് വളയുകയും അവിടുത്തെ ആളുകളെ അവിടുന്ന് മാറ്റുകയും എന്നിട്ട് കംപ്ലീറ്റ് സെർച്ച്, അവിടെയുള്ള മുഴുവൻ ഭൂമിക്ക് മേലെയും താഴെയും മുഴുവൻ സെർച്ച് ചെയ്യുക, എന്നിട്ട് ഇവരെ മോചിപ്പിക്കുക. ഇതാണല്ലോ ലാസ്റ്റ് പ്ലാനായിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ IDF ചീഫ് അതിനെ എതിർക്കുന്നു, പക്ഷേ ഇസ്രായേൽ മന്ത്രിസഭ ഇൻസിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ആ പ്ലാനുമായി അവർ പോവുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താണ് ഇസ്രായേലി ലീഡർഷിപ്പ് പുറത്തേക്ക് പറയാൻ ശ്രമിച്ചത്, ഗസ സിറ്റിയിൽ എവിടെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഹോസ്റ്റേജസിനെ എന്നുള്ളതാണ്. പക്ഷെ ഇന്നിപ്പോൾ ഈ ഹോസ്റ്റേജസ് എല്ലാം പുറത്തു വന്നത് എവിടുന്നാണ്? ഖാൻ യൂനിസിൽ വെച്ചാണ്. ഖാൻ യൂനിസിൽ നമുക്കത് മനസ്സിലാവുന്നില്ല, ഇത് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഖാൻ യൂനിസാണ് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിലിറ്ററി സെൻറ്റർ എന്ന് ഒരു ഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞു. ഖാൻ യൂനിസ് തകർത്ത് തരിപ്പണമാക്കിയതാണ്. അവിടെ പ്രത്യേകിച്ചൊന്നും ബാക്കിയില്ല. ആ നാസർ ഹോസ്പിറ്റലും സമീപത്തുള്ള കുറച്ച് കെട്ടിടങ്ങളും മാത്രമാണ് ബാക്കിയുള്ളത്. പക്ഷേ ആ ഖാൻ യൂനിസിൽ വെച്ചാണ് ഈ ബന്ദികളെല്ലാം റെഡ് ക്രോസിന് കൈമാറിയിരിക്കുന്നത്. അപ്പോൾ അവരെവിടെ ഉണ്ടായിരുന്നത്? ഗസ സിറ്റിയിലാണോ, ഖാൻ യൂനിസിലാണോ? അതിലേക്കാൾ വലിയ തമാശ, ഈ സമാധാന കരാറിൻ്റെ ഭാഗമായി ഇസ്രായേലിൽ എഴുതി ചേർത്ത വിചിത്രമായൊരു നിർദ്ദേശമായിരുന്നു പബ്ലിക് സെറിമണി പാടില്ല എന്നുള്ളത്. ഈ ബന്ദികളെ കൈമാറുമ്പോൾ പബ്ലിക് സെറിമണി പാടില്ല. അപ്പോൾ ഇന്നെന്താ സംഭവിച്ചത്? ഈ ബന്ദികൾ റെഡ് ക്രോസിന് അവരെ കൈമാറുന്നതിന് മുമ്പ് അവരവരെ ബന്ധുക്കളെ
വീഡിയോ കോൾ ചെയ്യുന്നു. അപ്പോൾ ഈ ബന്ധുക്കൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് വ്യാപകമായി പ്രചരിച്ചു. ഇപ്പോൾ ഇസ്രായേൽ ടൈംസ് ഓഫ് ഇസ്രായേൽ കൊടുത്തൊരു വാർത്തയുണ്ട്. ആ വീഡിയോ കോൾ ഹമാസിൻ്റെ ഒരു സ്റ്റേജ് മാനേജ്ഡ് ഷോ ആയിരുന്നു, അവരുടെ പ്രൊപ്പഗൻഡ എക്സസൈസിൻ്റെ ഭാഗമായിരുന്നു. കാരണം ഇസ്രായേൽ ഈ പബ്ലിക് സെറിമണി പാടില്ല എന്ന് നിഷ്കർഷിച്ചത് എന്താണ്, ഇവരുടെ ഫോട്ടോസ്, ഇവരുടെ വീഡിയോസ് പുറത്തു വരരുത്. കാരണം എല്ലാ ഹോസ്റ്റേജ് സ്വാപ്പുകളിലും നടന്ന് ജനങ്ങൾ കണ്ടു എന്നാണ് ഇവർ വളരെ സുസ്മേരവതനരായി, ആരോഗ്യവാന്മാരായി, സന്തോഷവാന്മാരായി പുറത്തിറങ്ങും. അങ്ങനെ ഒരു ഇമേജ് പുറത്തേക്ക് വരരുത്, ഒരു വിഷ്വൽ പുറത്തേക്ക് വരരുത് എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ആഗ്രഹം. പക്ഷേ അത് ഇവിടെ നടന്നില്ല. ഈ വീഡിയോ കോൾ ചെയ്യുന്നതോട് അവർ വളരെ സന്തോഷത്തോടുകൂടി സംസാരിക്കുന്നു. കൂട്ടത്തിൽ ഈ മുഖം മറച്ച, മാസ്ക് ചെയ്ത ഖസാം പോരാളികൾ അവരുടെ കൂടെയുണ്ട്. അപ്പോൾ അതും ആ വീഡിയോ കോൾ ഇവരൊരു പ്രൊപ്പഗൻഡ എക്സസൈസായി എടുത്തു. അവർ സ്റ്റേജ് മാനേജ് ചെയ്തെന്ന് പറഞ്ഞ് ഈ ടൈംസ് ഓഫ് ഇസ്രായേൽ ഒരു വാർത്ത കൊടുക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവർ ഈ ഇത്രയും വലിയ സഫറിങ്സിനിടയിൽ ഈ ഡെവസ്റ്റേറ്റിംഗ് എന്താണ് തകർന്ന് തരിപ്പണമാക്കുന്ന, സർവ്വവും നശിപ്പിക്കുന്ന യുദ്ധത്തിനിടയിൽ ഇവരെ ഇങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളത്. അപ്പോൾ അവർ സന്തോഷവാന്മാരായി പുറത്തിറങ്ങിയ പഴയ ഫൂട്ടേജസ്, നേരത്തെയുള്ള ഈ ഫൂട്ടേജസ് വന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ പോലും ഈ പറയുന്ന എന്താണ് ഇസ്രായേലി പക്ഷപാതികളായിട്ടുള്ള നവ എയ്ത്തീസ്റ്റുകളൊക്കെ പ്രചരിപ്പിച്ചൊരു കാര്യം, അത് സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൻ്റെ ഭാഗമാണെന്നായിരുന്നു. സ്റ്റോക്ക്ഹോം സിൻഡ്രം എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാവും, ഒരു ക്യാപ്റ്റീവിന് ക്യാപ്റ്ററോട് ഉണ്ടാകുന്ന അനുഭവം. അതങ്ങനെയാണെന്ന് വിചാരിക്കുക. ഇനി നേരെ തിരിച്ചെടുക്കുക, അപ്പുറത്ത് ഇസ്രായേലി ജയിലിൽ കഴിയുന്ന ആയിരക്കണക്കിന് ഫലസ്തീനികളുണ്ട്. അവർക്ക് എന്താണ് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രം ബാധിക്കാത്തതൊരു പ്രശ്നമുണ്ടല്ലോ. അവർ ഈ തടവുകാർ 2 വർഷം ഹമാസിൻ്റെ കയ്യിലുള്ളൂ. ഇവർ വർഷങ്ങളായി, 33 വർഷമായിട്ടൊക്കെ ഇസ്രായേലി ജയിലിലുള്ള ആളുകളുണ്ട്. 33 വർഷം ഇസ്രായേലി ജയിലിൽ ഈ ഇസ്രായേലി ക്യാപ്റ്റേഴ്സിൻ്റെ അല്ലെ ജയിലേഴ്സിൻ്റെ കൂടെ ഇസ്രായേലി ഉദ്യോഗസ്ഥന്മാരുടെ കെയറിൽ അവർ കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള സ്റ്റോക്ക്ഹോം സിൻഡ്രോം അവർക്ക് എന്താ ഉണ്ടാവാത്തത്? അങ്ങനെ ഉണ്ടാവണമല്ലോ. സ്റ്റോക്ക്ഹോം സിൻഡ്രോം ബാധിക്കാത്ത ഒരു ഇമ്മ്യൂണിറ്റി ഉള്ളവരാണോ ഫലസ്തീനികൾ? കാരണം അവരെല്ലാം പുറത്തിറങ്ങുന്നതിനാണ് മെലിഞ്ഞുണങ്ങിയ ശരീരമായിട്ട്, പരവശരായി, എന്നാൽ ഇസ്രായേലിനോടുള്ള വലിയ കടുത്ത അമർഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അവരെല്ലാം പുറത്തിറങ്ങുന്നത്. ഒരു നിരക്കുള്ള എന്താണ് ഇസ്രായേലിനോട് ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രത്തിൻ്റെ എന്തെങ്കിലും ഒരു ലാഞ്ചന ഈ പറയുന്ന ഇസ്രായേലിനകത്തുള്ള ഫലസ്തീനി തടവുകൾ ആരും കാണിക്കുന്നില്ല. അപ്പോൾ ഇത് സ്റ്റോക്ക്ഹോം സിൻഡ്രം അല്ല. എങ്ങനെയാണ് ഈ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങൾക്കിടയിലും ബന്ദികളെ ഹമാസ് സംരക്ഷിച്ച് നിർത്തിയെന്ന് ജനങ്ങൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പബ്ലിക് സെറിമണി ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് എൻ്റെ ഒരു എപ്പിസോഡ് എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി, ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. പക്ഷേ ഇതിലുള്ള ബിഗ് ക്വസ്റ്റ്യൻ അഹെഡ് എന്ന് പറയുന്നത് യുദ്ധം ഇനി ഇപ്പം എല്ലാ ഹമാസിൻ്റെ കീഴിലെ ഏറ്റവും അവസാനത്തെ ലിവറേജ് അല്ലെങ്കിൽ ബാർഗൈനിങ് ചിപ്പ് എന്ന് പറയുന്നത് അത് അപ്പുറത്തെത്തിക്കഴിഞ്ഞു. ഇനി ഇസ്രായേൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ചോദ്യം ഇന്നിപ്പം ട്രംപ് ടെലവീവിലേക്ക് പറക്കുമ്പോൾ വിമാനത്തിൽ വെച്ച് അദ്ദേഹം പത്രക്കാരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ പല പത്രക്കാർ ഇതേക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. 3 തവണ ട്രംപ് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ദ വാർ ഇസ് ഓവർ. വാർ ഇസ് ഓവർ എന്ന് പറയാനുണ്ട്. അതിൽ ഗ്യാരണ്ടി എന്താണ്, ഇസ്രായേൽ ഇത് തുടരുകയില്ല എന്നുള്ളതിൻ്റെ ഗ്യാരണ്ടി എന്താണെന്നൊരു ലേഖിക ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഐ ഹാവ് മെയ്ഡ് വെർബൽ ഗ്യാരണ്ടീസ്, ഐ ഹാവ് മെയ്ഡ് മെനി വെർബൽ ഗ്യാരണ്ടീസ്, ഐ ഹാവ് മെയ്ഡ് വെർബൽ ഗ്യാരണ്ടീസ് എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ വെർബൽ ഗ്യാരണ്ടി, ട്രംപ് കൊടുത്ത വെർബൽ ഗ്യാരണ്ടി അത് ഞാൻ കൊടുത്തിരിക്കുന്നു അദ്ദേഹം പറയുന്നു. വാർ ഇസ് ഓവർ എന്ന് അദ്ദേഹം പറയുന്നു. ഗസ റീകൺസ്ട്രക്ഷനെ കുറിച്ച് പറയുന്നു. ഏറ്റവും വലിയ തമാശ, നേരത്തെ പുള്ളിയുടെ പ്രപ്പോസലിൽ ടോണി ബ്ലെയർ ആയിരുന്നു കാര്യങ്ങളൊക്കെ നോക്കി നടത്തുക എന്ന് പറഞ്ഞു. അതേക്കുറിച്ച് ചോദിക്കുമ്പോൾ ടോണി ബ്ലെയർ പുള്ളിയുടെ കാര്യത്തിൽ ഒരു കൺസെൻസസ് ഇല്ല, ആളുകൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം ഇല്ല എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു അമേരിക്കൻ റൈറ്റ് വിങ് ജേർണലിസ്റ്റ് ആകാൻ സാധ്യത. അവർ ചോദിക്കുന്നു, എന്താണ് നിങ്ങൾ ഹമാസിനെ ഡിസാം ചെയ്യുമെന്ന് പറഞ്ഞ ശേഷം ഇപ്പം തന്നെ ഹമാസിൻ്റെ ആളുകൾ അവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ തോക്കുമായിട്ട് റോന്തിയിട്ടുകയാണല്ലോ എന്ന് ചെയ്യുമ്പോൾ അതിന് ട്രംപ് കൊടുക്കുന്ന മറുപടി, അതൊരു വാർ ടോൺ ഏരിയ അല്ലേ, അപ്പോൾ അവിടെ സേഫ്റ്റി ഇഷ്യൂസ്, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടാവില്ല, അപ്പോൾ അത്തരം സർവീസുകൾ അവിടെ ആവശ്യമായി വരുമല്ലോ എന്നാണ് പുള്ളി ഇതിന് മറുപടി നൽകുന്നത്. അപ്പോൾ ഇതെന്താണ് നമുക്ക് മനസ്സിലാവുന്നില്ല, എന്താണ് അണ്ണൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് യഥാർത്ഥത്തിൽ ബിഹൈൻഡ് ദ കേർട്ടൻ എന്താണ് സംഭവിച്ചത് മനസ്സിലാവുന്നില്ല. പിന്നെ ഖത്തർ അമീറിനെ അതിഭയങ്കരമായിട്ട് പ്രശംസ കൊണ്ട് മൂടുകയാണ്. എക്സ്ട്രാ ഓർഡിനറി അമേസിങ് അമീർ എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഭയങ്കര ബ്രേവ് അമീർ, ബ്രേവ് അമീർ 2 തവണ പറയുന്നു, ബ്രേവ് അമീർ എന്ന്. എർദോഗനെ പ്രൈസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് പിറകിൽ പ്രവർത്തിച്ച ടർക്കി, ഖത്തർ ഇവയെ പേരെടുത്ത് സവിശേഷമായി അദ്ദേഹം ആവർത്തിച്ച് പ്രശംസിക്കുന്നു. ആ നിലക്കുള്ള എന്തെങ്കിലും വലിയ പ്രശംസാവാചകം നെതന്യാഹുവിന് കൊടുക്കുന്നില്ല. ഓഫ് കോഴ്സ് ഇന്ന് പാർലമെൻറ്റിൽ കനസറ്റിൽ നടന്ന പ്രസംഗത്തിൽ നെതന്യാഹുവിനെ പുകഴ്ത്തുന്നുണ്ട്, പക്ഷേ വിമാനത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് പറയുന്നില്ല.
ഇത് എന്താണ് നമുക്ക് മനസ്സിലാകാത്ത എന്തൊക്കെയോ ചില ഘടകങ്ങൾ. അത് ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഗ്ലോബൽ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയുണ്ട്. ഇപ്പോൾ ഇന്നലെ ലണ്ടനിൽ നടന്ന റാലി, ഇന്നലെ എന്ന് പറയുമ്പം ഈ ഈ സമാധാന കരാർ വന്നതിന് ശേഷമാണ് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ലണ്ടനിൽ പങ്കെടുത്തത്. അവരെന്താണ് അവർ പറയുന്നത്? അവരെന്ന് വെച്ചാൽ ഹോസ്റ്റേജ് ഡീൽ അല്ലെങ്കിൽ സീസ് ഫയർ എന്ന് പറയുന്ന ലിബറേഷൻ അല്ല, സീസ് ഫയറിനപ്പുറം ലിബറേഷൻ ഓഫ് പലസ്തീൻ, ഫ്രീഡം ഓഫ് പലസ്തീൻ, അതിലേക്ക് കാര്യങ്ങൾ പോകണം. അപ്പോഴേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ ലണ്ടനിൽ പ്രകടനം നടക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഡീലിലൂടെ, പ്രിസണേഴ്സ് സ്വാപ്പിലൂടെ അല്ലെങ്കിൽ സീസ് ഫയറിലൂടെ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമ്മൾ വിചാരിക്കേണ്ട. നെതന്യാഹുവിനെതിരായുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സ് അവിടെയുണ്ട്. ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ട്, ഇസ്രായേലിനകത്തുള്ള ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ട്, ICCയുടെ ക്രിമിനൽ പ്രൊസീഡിങ്സ് ഉണ്ട്. ലോകത്ത് ഒരു നിലക്കും ഇസ്രായേലിനെ സംബന്ധിച്ച് അടുത്ത കാലത്തൊന്നും മറികടക്കാൻ പറ്റാത്തൊരു പബ്ലിക് ഒപ്പീനിയൻ ഡാമേജ് അത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള പ്രതിഷേധം, പലസ്തീനിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ആവേശം, അത് ലോകത്ത് ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സ്ലോഗൻ എന്താണെന്ന് വെച്ചാൽ ഫ്രീ പലസ്റ്റൈൻ എന്നുള്ളതാണ്. അതൊരു ഹോസ്റ്റേജ്, ഒരു സീസ് ഫയർ അതിലൂടെ ഒന്നും തീരാൻ പോകുന്നതല്ല. അതുകൊണ്ട് ഇതിനെല്ലാം മറികടന്നുകൊണ്ട്, ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽ യുദ്ധം പുനരാരംഭിക്കാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ ഡാമേജ് ആയിരിക്കും ഇസ്രായേലിന് അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ഭാവിയെക്കുറിച്ച് ഇന്ന് നെതന്യാഹു നെസറ്റിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം 2 കാര്യങ്ങൾ ഊന്നി പറഞ്ഞു. അതിലൊന്ന് ട്രംപിനെ പുകഴ്ത്തുമായിരുന്നു. ട്രംപിനെ പുകഴ്ത്തി നമ്മൾ കണ്ടാണ്, വൻ പുകഴ്ത്തലാണ്. ട്രംപ് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇത്രയും പുകഴ്ത്തൽ കേട്ടിട്ടുണ്ടാവില്ല. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ടാണ് ട്രംപ് ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയാവുന്നത് ഇസ്രായേലിൽ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്, ഒന്ന്, ഈ പീസ് ഡീലിലൂടെ ഇസ്രായേലിൻ്റെ ജൂദ സമേരിയ എന്ന സ്വപ്നം അംഗീകരിച്ചിരിക്കുന്നു പ്രസിഡന്റ് ട്രംപ്. ജൂദ സമേരിയ എന്ന സ്വപ്നം അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് തൊട്ടുടനെ പറയുന്ന വാക്ക് ജെറുസലേം ക്യാപിറ്റലാക്കി മാറ്റി. ട്രംപ്, അതായത് ഇസ്രായേൽ വലിയ തോതിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ്, അതായത് ബൈഡനെയാണ് ഉദ്ദേശിക്കുന്നത്, ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വലിയ തോതിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തുന്നത്, അദ്ദേഹത്തെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. 2 കാര്യങ്ങളാണ് ഇസ്രായേലിന് അദ്ദേഹം ചെയ്തത്. ഒന്ന്, ജെറുസലേമിനെ ഞങ്ങളുടെ ക്യാപിറ്റലാക്കി അംഗീകരിച്ചു, ആ എംബസി മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. 2, ജൂദ സമേരിയ എന്ന സ്വപ്നം ഈ പീസ് ഡീലിലൂടെ സാധ്യമാക്കി. ഈ പീസ് ഡീലിലൂടെ ജൂദ സമേരിയ എന്ന സ്വപ്നം സാധ്യമാക്കി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വെസ്റ്റ് ബാങ്ക് ഇസ്രായേലിൻ്റെ ആണ് എന്ന് സമ്മതിച്ചു എന്നാണ്. അത് നമ്മൾ ഈ പീസ് ഡീലിൻ്റെ ഒരു 20 ദിന വ്യവസ്ഥകൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ 20 ദിന പീസ് ഡീലിൽ ആകെ ഹമാസ് സംബന്ധിച്ച കാര്യങ്ങൾ, ഇപ്പോൾ യാഥാർത്ഥ്യമായ കാര്യങ്ങൾ, ഒന്ന് ബന്ദി കൈമാറ്റം, വെടിനിർത്തൽ, ഇത് രണ്ടുമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത് ഇപ്പോൾ ഈ നിമിഷം വരെ. ബാക്കിയൊരു കാര്യത്തിലും വ്യക്തതയില്ല എന്ന് മാത്രമല്ല, ഈ വെസ്റ്റ് ബാങ്ക് അനക്സേഷന് കൂടുതൽ സഹായകരമാകുന്നൊരു പീസ് ഡീലാണ് ഇതെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓൾറെഡി ഏതാണ്ട് ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഇവരെ സെറ്റിൽമെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജൂദ സമേരിയ എന്ന സ്വപ്നം പൂവണിയാൻ വേണ്ടിയാണോ ഇത് ഈ പീസ് ഡീൽ ഉണ്ടാക്കിയെന്നുള്ള വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. 2, ഹമാസിനെ ആയുധം താഴെ വയ്പ്പിക്കുമെന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഹമാസ് ആയുധം താഴെ വയ്ക്കാൻ ഇതുവരെയും സമ്മതിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ ഷർം ഷൈഖിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഹമാസ് പങ്കെടുക്കുന്നില്ല, ഇസ്രായേൽ നെതന്യാഹുവും പങ്കെടുക്കുന്നില്ല. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നുണ്ടാവുക? അവിടെ നടക്കുന്നുണ്ടാവുക പരമാവധി, അതിലൊരു ഔട്ട്കമ്മിൻ്റെ പരമാവധി മാക്സിമം എന്താണ്? ഈ റബിൾസ് മാറ്റുക, അവിടുത്തെ റീകൺസ്ട്രക്ഷൻ തുടങ്ങുക, അതിനുവേണ്ടി ഫണ്ട് സമാഹരിക്കുക. ഇപ്പോൾ അവിടെ പങ്കെടുക്കുന്ന അംഗരാജ്യങ്ങളൊക്കെ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും എന്നതിനപ്പുറം ആ 20 ദിന വ്യവസ്ഥകളിൽ ഏതെങ്കിലും കാര്യം മുന്നോട്ട് പോകുമെന്ന് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കാനേ പറ്റില്ല. പക്ഷേ ഇന്ന് നെതന്യാഹു പ്രസംഗിക്കുമ്പോൾ മറ്റൊരു കാര്യം പറഞ്ഞു. ഈ പഴയ നിയമത്തിലെ ചില കാര്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ശലോമോൻ പറയുന്നുണ്ട്, യുദ്ധത്തിനൊരു കാലം, സമാധാനത്തിനൊരു കാലം. അപ്പോൾ നമ്മൾ ഇത്രയും 2 വർഷം കണ്ടത് യുദ്ധമാണ്, ഇനി സമാധാനത്തിൻ്റെ കാലമാണ് എന്നാണ്. അപ്പോൾ ട്രംപിനെ ഇരുത്തി ഈ നെസറ്റിൽ നെതന്യാഹു അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ആ വാക്കുകൾ ആത്മാർത്ഥമാണെങ്കിൽ അതിനർത്ഥം 1 വർഷത്തേക്കെങ്കിലും ഇനിയൊരു യുദ്ധത്തിന് ഇസ്രായേൽ പുറപ്പെടില്ല. ഒരു ഇടവേള വരാൻ പോവുകയാണ്, ഗസയുടെ മേലുള്ള ആക്രമണത്തിൻ്റെ ഒരു ഇടവേള വരാൻ പോവുകയാണ്. അപ്പോൾ ആ ഇടവേളകളിൽ എന്തായിരിക്കും ഇസ്രായേൽ ചെയ്യുക? ഇസ്രായേൽ അതും നെതന്യാഹുവും അതുപോലെ പ്രതിപക്ഷ നേതാവും യാർ ലാപ്പിഡ്, അയാളും ആവർത്തിച്ച് പറയുന്ന കാര്യം, ഹമാസിൻ്റെ പ്രൊപ്പഗൻഡയിൽ ഗവൺമെൻറ്റുകൾ വീണു, ഹമാസിൻ്റെ പ്രൊപ്പഗൻഡയിൽ ഗവൺമെൻറ്റുകൾ വീണു എന്ന് നെതന്യാഹുവും പറയുന്നുണ്ട്, യാർ ലാപ്പിഡും പറയുന്നുണ്ട്. അതിന് മുമ്പ് സംസാരിച്ച സ്പീക്കറും അതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യം എന്താണ്? അതായത് ഇപ്പോൾ ഇസ്രായേൽ ഡിപ്ലോമാറ്റിക്കലി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്രയും നാൾ 2 വർഷത്തെ യുദ്ധത്തിൻ്റെ കാലം, ഇനിയുള്ള സമാധാനത്തിൻ്റെ കാലത്ത് ഇസ്രായേലിൻ്റെ മെയിൻ ഫോക്കസ് എന്തായിരിക്കും? ഈ ഡിപ്ലോമാറ്റിക് ക്രൈസിസ് മറികടക്കുക എന്നുള്ളതാണ്.
അത് മറികടക്കണമെങ്കിൽ ട്രംപിൻ്റെ സഹായം നിരന്തരം ആവശ്യമുണ്ട് അദ്ദേഹത്തിന്. കാരണം യുദ്ധത്തിന് സഹായിച്ചതുപോലെ തന്നെ ഡിപ്ലോമസിക്കും ട്രംപിൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു വെടിനിർത്തൽ മാത്രമാണ്. അവിടെ യുദ്ധം അവസാനിക്കുന്നില്ല. യുദ്ധം അവസാനിക്കണമെങ്കിൽ എന്ത് വേണം? യുദ്ധം അവസാനിക്കണമെങ്കിൽ പൂർണ്ണമായും ഈ പറയുന്ന ഒരു ഫലസ്തീൻ സോവറിനിറ്റി ഇസ്രായേൽ അംഗീകരിക്കണം. ഫലസ്തീൻ എന്ന സ്റ്റേറ്റ് യാഥാർത്ഥ്യമാണ്. അതല്ലാതെ ഇതിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ: ഒന്ന്, ഹമാസ് ഇല്ലാത്ത ഭരണം, ഹമാസ് ഇല്ലാതെ മറ്റേതോ ഒരു ഏജൻസിയെ കൊണ്ട് അത് പിടിക്കുക എന്നുള്ള ഭരണം നടക്കില്ല. മറ്റൊന്ന്, ഹമാസിൻ്റെ ഡിസാർമെൻറ്റ്, അതും നടക്കാൻ പോകുന്നില്ല. അത് രണ്ടും നടക്കാതെ എങ്ങനെയാണ് സമാധാനം പുലരുക? ഇസ്രായേലിൻ്റെ ഭാഷയിൽ എങ്ങനെ സമാധാനം പുലരുക? അത് സമാധാനം നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതൊരു പോസ് മാത്രമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു വെടിനിർത്തലിൻ്റെ ഒരു ഇടവേള മാത്രമേ കാണാൻ കഴിയൂ. ആ ഇടവേള തന്നെ ഇസ്രായേലിന് ഇപ്പോൾ ഉള്ളൊരു ഡാമേജ് കൺട്രോൾ പരിഹരിക്കാനുള്ള ട്രംപിൻ്റെ തന്ത്രം മാത്രമാണ്. ആ ഡാമേജ് കൺട്രോളിന് ട്രംപ് സഹായിക്കുകയും വേണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വെസ്റ്റ് ബാങ്ക് തന്നെയാണ്. വെസ്റ്റ് ബാങ്ക് അനക്സേഷൻ എന്നുള്ളത് ഇസ്രായേലിൻ്റെ ഒരു വലിയൊരു ലാർജർ പ്ലോട്ടാണ്. ആ ജൂദാസമേരിയ എന്ന വാക്ക് ഉപയോഗിച്ചുകൂടി ആ ലാർജർ പ്ലോട്ടിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗസയിൽ ബോംബ് ചെയ്യുന്നത് പോലെ ലോകം ശ്രദ്ധിക്കുന്ന ഒന്നല്ല വെസ്റ്റ് ബാങ്കിലെ ഇസ്രായേലിൻ്റെ സെറ്റിൽമെൻറ്റും അഗ്രഷനും അവിടുത്തെ ആക്രമണങ്ങളും കൊലകളും. അവിടെ കൊല്ലുന്നത് 4-5 പേരെയാണ് ഒരു ദിവസമെങ്കിൽ ഈ ഗസയിൽ 100-200 പേരാണ് മരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വെസ്റ്റ് ബാങ്കിൽ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് നമ്മൾ എടുത്തു നോക്കിയാൽ, 15 വർഷത്തെ വാർത്ത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാ ദിവസവും 4-5 പേർ കൊല്ലപ്പെടുന്നുണ്ട്. 10-50 പേരെ എന്ത് ചെയ്യുന്നുണ്ട്? തടവിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇത്രയും പേരെ തടവിലാക്കി 4-5 പേരെ കൊന്നാലും അത് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നേ ഇല്ല. ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാനേ പോകുന്നില്ല. അപ്പോൾ ആ ഒരു അഗ്രഷൻ അവർ തുടർന്നുകൊണ്ടിരിക്കും. വെസ്റ്റ് ബാങ്കിലുള്ള അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ഈ ഒരു വർഷം അവർ അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതല്ലാതെ ഇതൊരു പൂർണ്ണ സമാധാനത്തിലേക്കോ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നെതന്യാഹു. അബ്രഹാം അക്കോർഡ്, ഇദ്ദേഹം വഴി തുറന്ന അബ്രഹാം അക്കോർഡിൻ്റെ പാതയിൽ ഇസ്രായേൽ മുന്നോട്ട് പോകും. അപ്പോൾ ഒന്ന് ഡിപ്ലോമാറ്റിക് ക്രൈസിസ് ഒഴിവാക്കുക, മറ്റൊന്ന് അബ്രഹാം അക്കോർഡ് നടപ്പാക്കിക്കൊണ്ട് അറബ് രാജ്യങ്ങൾ കൂടെ നിർത്തുക. അവിടെയും ഈ പരാമർശിക്കപ്പെടാതെ പോകുന്ന കാര്യം, ഫലസ്തീനിലെ ആളുകളെ പറ്റി നെതന്യാഹു ട്രംപോ ആരുമോ ഒന്നും നെസറ്റിൽ പറയുന്നില്ല. അവിടെ ആകെ പറഞ്ഞത് ഒരു അറബ് വംശജനായ ഒരു നെസറ്റ് അംഗം ഇന്ന് പ്രതിഷേധിച്ചു ട്രംപിനെതിരെ ഒരു ബാനർ പോക്കി. അതിന് അദ്ദേഹത്തെ അപ്പോൾ തന്നെ പുറത്താക്കുകയും ചെയ്തു. അദ്ദേഹം മാത്രമാണ് എന്തെങ്കിലും പറഞ്ഞത്. യെസ്, എന്തായാലും വളരെ പെട്ടെന്ന് ഒരു ആക്രമണം റീസ്റ്റാർട്ട് ചെയ്യാൻ കഴിയാത്ത പലതരത്തിലുള്ള പരിമിതികൾ ഇസ്രായേലിന് മുമ്പിലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് ലോകത്തു നിന്നുള്ള ഒറ്റപ്പെടൽ പരിഹരിക്കാനുള്ള വലിയ എക്സസൈസ് വേണ്ടി വരുന്ന ഒരു കാലവും കൂടിയാണ് ഇത്.